CCTV ദൃശ്യമില്ലാത്ത വേറൊരു വശത്തേക്ക് കൊണ്ടുപോയി. അതൊരു ഗുരുതരമായ കുറ്റമല്ലേ? കേരളത്തിലെ ആ, ആ, കോടതികൾ, സുപ്രീം കോടതിയൊക്കെ എല്ലായിടത്തും CCTV ദൃശ്യം വേണമെന്ന് പറഞ്ഞാൽ 2 മുറിയിൽ CCTV ദൃശ്യം വേണമെന്നല്ല. എൻറ്റയർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വസ്ത്രം മാറുന്ന സ്ഥലത്തല്ലെങ്കിൽ ബാക്കി എല്ലായിടത്തും CCTV വേണമെന്നാണ്. അങ്ങനെ CCTV ദൃശ്യം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ഇത് രണ്ടും അറിയാമായിരിക്കെ ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ച് നിസ്സാര നടപടി എടുത്തു എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്തു. ഈ വിഷയത്തിൽ ഈ CCTV ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്ന് വളരെ വാശിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരു പോലീസ് സ്റ്റേഷനിലെ, കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥരാണോ, അതിന് മുകളിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണോ, അതോ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടാണോ ഈ ദൃശ്യങ്ങൾ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത്? സ്വാഭാവികമായിട്ടും മേൽത്തട്ടിൽ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ, കോടതിയിലാണല്ലോ. എന്ന് മാത്രമല്ല, ഈ കേസ് കോടതി സ്വമേധയാ പ്രൈവറ്റ് കംപ്ലയിൻറ്റിൽ കേസെടുത്ത ശേഷം ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ ഘട്ടത്തിൽ തന്നെ പേര് പറയണം, സേതു കേസ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ, 1 വർഷം കോടതിയിൽ വരാതെ ഒളിച്ചു കളിച്ചു. അവസാനം വാറണ്ടായപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ വന്ന് മൊഴി കൊടുത്തത്. 1 വർഷം. ഇതും കേരള പോലീസിൻ്റെ തലപ്പത്ത് ഒരു ചുരുങ്ങിയത് ജില്ലാ തലത്തിന് മുകളിലെങ്കിലും മേഖലാ തലത്തിലെങ്കിലും അറിയാതെ നടക്കുമെന്നാണോ കരുതുന്നത്?